ഹൈറേഞ്ചിലെ കാപ്പി കർഷകർക്ക് പ്രതീക്ഷ നൽകി കാപ്പിക്കുരു വില ഉയരുന്നു. ഉൽപാദനത്തിൽ വന്നിട്ടുള്ള ഗണ്യമായ കുറവാണ് കാപ്പിക്കുരുവിന്റെ ഇപ്പോഴത്തെ വിലവർധനവിന് കാരണം. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും കാപ്പിക്കുരു വിപണിയിലെത്തിക്കുന്ന കർഷകരുടെ എണ്ണം വളരെ വിരളമാണ്. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ പ്രധാന കൃഷികളിലൊന്നായിരുന്നു കാപ്പി കൃഷി. എന്നാൽ തുടർച്ചയായി ഉണ്ടായ വിലയിടിവ് വലിയൊരു വിഭാഗം കർഷകരെ കാപ്പി കൃഷിയിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിച്ചു. ഇതോടെ കർഷകർ മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞു. കാപ്പിക്കുരു വിളവെടുക്കാൻ വേണ്ടി വരുന്ന കൂലി വർധനവും അക്കാലത്ത് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഘടകമായി. എന്നാൽ ഇന്ന് കാപ്പി കൃഷി തുടർന്നു പോന്ന കർഷകർക്ക് പ്രതീക്ഷ നൽകി കാപ്പിക്കുരു വില ഉയരുകയാണ്. പച്ചക്ക കിലോയ്ക്ക് 85 രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ചു. ഉണക്കക്കുരുവിന് 230-നടുത്തും പരിപ്പിന് 400-ന് മുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വില ലഭിച്ചു. 300 രൂപ ഉണ്ടായിരുന്ന പരിപ്പിന്റെ വിലയാണ് 400-ന് മുകളിലേക്ക് കുതിച്ചു കയറിയത്. ഉൽപാദനത്തിൽ വന്നിട്ടുള്ള ഗണ്യമായ കുറവാണ് കാപ്പിക്കുരുവിന്റെ ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. കർഷകർ പലരും കൃഷിയിൽ നിന്നും പിന്തിരിഞ്ഞതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവിന് ഇടവരുത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും കാപ്പിക്കുരു വിപണിയിലെത്തിക്കുന്ന കർഷകരുടെ എണ്ണം വളരെ വിരളമാണ്. വില വർദ്ധിച്ചതോടെ ചില കർഷകർ പുതിയതായി കാപ്പിക്കൃഷി പുനരാരംഭിച്ചിട്ടുണ്ട്.